മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. 2026 വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ജോലി കിട്ടും? നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം? അത് ഈ ഒരൊറ്റ സെഷനോട് കൂടി നിങ്ങളുടെ കൺഫ്യൂഷൻ എല്ലാം മാറും. ഏത് എക്സാം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം? അത് ഞാൻ പിൻവലിച്ചതാ. എടാ, ഒരു എക്സാമും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് മാറ്റി വെച്ച് മാനിഫെസ്റ്റ് ചെയ്ത് ഒരു എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിലും നല്ല പണി അതിന്റെ പുറകിലുണ്ട്. സോ നമുക്ക് ഇങ്ങനെ പറയാം, അധ്വാനിച്ച് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2026 വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് 2026 വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ്. ഒന്ന്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ. രണ്ടാമത്തേത് പഞ്ചായത്ത് സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ സെക്രട്ടറി. മൂന്നാമത്തേത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. നാലാമത്തേത് സബ് ഇൻസ്പെക്ടർ. അഞ്ചാമത്തേത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, കാറ്റഗറി 2, കാറ്റഗറി 3. അതിനകത്ത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് 3 നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. ഇതിൽ ഓരോ നോട്ടിഫിക്കേഷനായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആരൊക്കെ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ചേസ് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ്. അതായത് ആദ്യം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ 2026 ഫസ്റ്റ് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ്. ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം? ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് ഒരു ഓഗസ്റ്റ് മുതൽ അങ്ങോട്ട് നവംബർ വരെ പോകുന്ന അറിയത്തില്ല. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസത്തിനകത്ത് എക്സാം നടക്കും. അത് കഴിഞ്ഞാൽ എക്സാം നടന്നു കഴിഞ്ഞാൽ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിനകത്ത് ഇതിന്റെ റിസൾട്ട് വരും. ഇനി എന്താണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പ്രത്യേകത? അപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്. ശ്രദ്ധിച്ചോളണം. അതായത് ഒന്നാമത്തെ ഫേസ് 1 ഇതാണ്, ഒബ്ജക്റ്റീവ് എക്സാം ആണ്. ആ ഒബ്ജക്റ്റീവ് കഴിഞ്ഞ ഉടനെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം നടക്കും. രണ്ടും നമ്മൾ എഴുതേണ്ടി വരും. അവിടെ നമുക്ക് സെലക്ഷൻ കിട്ടിയാൽ പിന്നെ ഇന്റർവ്യൂ ആണ്. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് സെലക്ഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആരൊക്കെയാണ് പഠിക്കേണ്ടത്? ഒന്ന്, ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ. ഇംഗ്ലീഷ് ഇച്ചിരി സ്ട്രോങ് ആണ്, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. അല്ലാതെ ഇംഗ്ലീഷിൽ ബുജി ആവണം, ഇംഗ്ലീഷിൽ ഡിഗ്രി വേണം, LLB വേണം, ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വൊക്കാബുലറി നോക്കാൻ ഇഷ്ടമാണ്, താല്പര്യമുള്ള ആൾക്കാർ, PSലേക്ക് ഇംഗ്ലീഷ് എനിക്ക് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, അങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഇത് ഫോക്കസ് ചെയ്തോ. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്തോ. GK പഠിക്കാൻ പാടുള്ള ആൾക്കാർ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്തോ. സയൻസ് പഠിക്കാൻ പാടുള്ള ആൾക്കാർ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്തു. നിങ്ങൾക്ക് ഗുണേ കിട്ടത്തുള്ളൂ, റിസൾട്ടേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് വളരെ പെട്ടെന്ന് ഒരു ജോലി വേണം, പെട്ടെന്ന് എനിക്ക് സർവീസിൽ കയറണം, ഒരുപാട് കാലമൊന്നും കാത്തിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് ഒക്കെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അവരൊക്കെ ജോലി കിട്ടുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയ എക്സാമിൽ കയറുന്ന ആൾക്കാരൊക്കെ ജോലിക്ക് കയറുമ്പോൾ തന്നെ എനിക്കും ജോലി വേണം. ആ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോ. നമുക്ക് അടുത്ത വർഷം 2027 ഒരു മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 40-50 വേക്കൻസിയിലൊക്കെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമ്മുടെ റാങ്ക് അതിനകത്തുണ്ട് എങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ജോലി കയറാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഓക്കെ ആണ്, പഠിക്കാൻ ഇഷ്ടമാണ്, അതേപോലെ തന്നെ GK ഒരുപാട് പഠിക്കാൻ ഇഷ്ടമല്ല, വളരെ പെട്ടെന്ന് ജോലി വേണം, അവര് ഏത് നോട്ടിഫിക്കേഷനെ പ്രിപ്പയർ ചെയ്യോ? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വേണ്ടി പ്രിപ്പയർ ചെയ്തോ. അടിപൊളി നോട്ടിഫിക്കേഷൻ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ, ഒരു 50,000 ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. പെട്ടെന്ന് സർവീസിലേക്ക് കയറാൻ പറ്റും. ഇതാണ് പ്രത്യേകത. ഓക്കെ, അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറി. നിങ്ങൾക്ക് വേണ്ടത് വളരെ പവർഫുൾ ആയിട്ടൊരു പോസ്റ്റാണ്, വളരെ പവർഫുൾ ആയിട്ട് പോസ്റ്റ്. അതായത് ഞാൻ ഒരിക്കൽ സർവീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എനിക്ക് ബാക്കി ഒരു എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാം പറഞ്ഞുതരാം. നിങ്ങളൊരു LD ആയിട്ട് കയറിയെന്ന് സങ്കല്പിച്ചോ. നിങ്ങളുടെ മനസ്സിനകത്ത് ഒരിക്കലും സന്തോഷം കാണത്തില്ല. കാര്യം നിങ്ങൾ വിചാരിക്കും ഞാൻ ഡിഗ്രി ഉള്ള ഒരാളാണ്, പക്ഷേ ഞാനൊരു 10ാം ക്ലാസ് നിലവാരമുള്ള ഒരു ക്വാളിഫിക്കേഷനിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് എന്തായാലും അടുത്ത എക്സാം പഠിക്കണം. നിങ്ങൾ ഉറപ്പായിട്ടും അടുത്തൊരു ഡിഗ്രി ലെവലിന് വേണ്ടി നിങ്ങൾ ചേസ് ചെയ്തിരിക്കും, നിങ്ങൾ പഠിച്ചിരിക്കും. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെയല്ല, ഒറ്റ പ്രിപ്പറേഷൻ മതി, ഒരു നല്ല പ്രിപ്പറേഷൻ മതി, നമുക്ക് ഗസറ്റഡ് പോസ്റ്റിലേക്ക് കയറി അങ്ങ് പോവാം. ഗസറ്റഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പവറാണ് കേട്ടോ, വലിയ അധികാര പരിധിയാണ്, വലിയ അധികാര പരിധി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോളാം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ്, സെറ്റ് സാധനം. ഓക്കെ, അതായത് ഇപ്പൊ നിലവിലെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിലവിലെ ലിസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഈ കാണുന്നത്, അതായത് റാങ്ക് ലിസ്റ്റ് വന്നത് 31/7/2025 റാങ്ക് ലിസ്റ്റ് വന്നു. 2028 ജൂലൈ മാസം വരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. നോക്കുക, ഇതുവരെ ഇപ്പൊ ഒരു വർഷം പോലും ആയിട്ടില്ല,
ഒരു വർഷം പോലും ആയിട്ടില്ല, ടോട്ടൽ 207 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 207 അഡ്വൈസ് ഒരു വർഷം കൊണ്ട്, ഒരു വർഷം ആയിട്ടില്ല, 207 അഡ്വൈസ് ടോട്ടൽ പോയിരിക്കുകയാണ്. കിഡിലം ബൂസ്റ്റ്. അപ്പോൾ ഒരു പവർഫുൾ ആയിട്ട് ഒരു ജോലി എനിക്ക് വേണം. ഞാൻ പഠിക്കാൻ വില്ലിങ് ആണ്. ഞാൻ എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ മാറ്റിവെക്കാൻ റെഡി ആണെങ്കിൽ വേറെ ഒരു എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. പഞ്ചായത്ത് സെക്രട്ടറി ഫോക്കസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് എപ്പോൾ പ്രതീക്ഷിക്കാം? 2028 ജൂലൈയിൽ പ്രതീക്ഷിക്കാം. ഈ വർഷം അവസാനേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ എപ്പോഴേ വരത്തുള്ളൂ? ഈ വർഷം ലാസ്റ്റ്, അതായത് ഒരു നവംബർ ഡിസംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതിനുശേഷം എക്സാം വരുന്നത് 2027 ഒരു മെയ് മാസമൊക്കെ ആകുമ്പോൾ ഇതിന്റെ പ്രിലിംസ് എക്സാം നടക്കും. 2027 ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇതിന്റെ മെയിൻസ് എക്സാം നടക്കും. 2028 സ്റ്റാർട്ടിങ്ങിൽ ഇതിന്റെ ഇന്റർവ്യൂ നടക്കും. 2028 ജൂലൈ മാസം നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത്. ഇനി അത് കഴിഞ്ഞ് അടുത്ത് വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഡയറി ഫാം ഇൻസ്ട്രക്ടർ. സോ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആരാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഇത് കുറച്ച് ആൾക്കാരെ അപ്ലൈ ചെയ്യത്തുള്ളൂ. നേരത്തെ പോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെ കുറച്ച് ആൾക്കാരെ അപ്ലൈ ചെയ്യത്തുള്ളൂ. ഇവിടെ സിലബസ് വരുന്നത് ഇങ്ങനെയാണ്. മാത്സ് വന്നിട്ട് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സ് 20 ക്വസ്റ്റ്യൻസ് ആണ്. കെമിസ്ട്രി 20 ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ബോട്ടണി 10 മാർക്ക്, സുവോളജി 10 മാർക്ക്, ദെൻ സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് ഡയറി സയൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് 20 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ടോട്ടൽ 100 മാർക്കിനാണ്. ഇവിടെ നോക്കാം, നിങ്ങൾ സയൻസ് താല്പര്യമുള്ള ഒരാളാണ്, സയൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, കോമ്പറ്റീഷൻ കുറവാണ്, പക്ഷെ എനിക്ക് സമാധാനമുള്ള ഒരു ജോലി വേണം. നല്ല ജോലി കേട്ടോ, ഭയങ്കര സമാധാനമുള്ള ഒരു ജോലിയാണ്, ഫീൽഡിലൊക്കെ ഉള്ള ഒരു ജോലിയാണ്. നമുക്ക് പശുക്കളുമായിട്ടല്ല, ഫാമുകളുമായിട്ടും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു കാർഷിക മേഖലയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പാലുൽപാദനത്തിലൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. ഒരു സന്തോഷമൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ സമാധാനമുള്ളൊരു ജോലിയാണ്. നമുക്ക് സയൻസ് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇങ്ങനെ സിലബസ് വരുന്നുള്ളൂ. അതായത് ഇതിനകത്ത് ഇംഗ്ലീഷ് പഠിക്കേണ്ട, മലയാളം പഠിക്കേണ്ട, കറണ്ട് അഫയേഴ്സ് നോക്കണ്ട, കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണ്ട, ജോഗ്രഫി നോക്കണ്ട, ഹിസ്റ്ററി നോക്കണ്ട, സിവിക്സ് നോക്കണ്ട, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഒന്നും നോക്കണ്ട. പ്യുവർലി സയൻസ് ആണ്. 20 മാർക്ക് മാക്സിമം വരുന്നുണ്ട്. എല്ലാം +1 +2 NCERT ആണ് ഫുള്ള് വരുന്നത്. അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി, പക്ഷേ +2 മാത്സോ ബയോളജിയോ പഠിച്ചിരിക്കണം. ഇതാണ് ഈ പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ. സോ ഇവിടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഒരു 3 മാസങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്നിട്ട് അടുത്ത വർഷം ഒറ്റ എക്സാം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഡിഗ്രി ലെവലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി 2 എക്സാം ഉണ്ട്, പ്രിലിംസ് മെയിൻസ്, അങ്ങനെ 2 എക്സാം ഉണ്ട്, പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ. മെയിൻസിനകത്ത് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം കൂടെ ചേർത്ത് ഒറ്റ പരീക്ഷ മാത്രമേ വരുന്നുള്ളൂ. ഒരു എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കയറി അങ്ങ് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2027 അവസാനം, അടുത്ത വർഷം അവസാനം പുതിയ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അത് കഴിഞ്ഞ് അടുത്ത് വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ, ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ, സബ് ഇൻസ്പെക്ടർ. അപ്പൊ സബ് ഇൻസ്പെക്ടർ വേറെ ഒന്നും പറയാനില്ല, എല്ലാ വർഷവും വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അതായത് ഇങ്ങനെ ഞാൻ പറയത്തുള്ളൂ, നിങ്ങൾക്ക് ഫോഴ്സ് പരീക്ഷ ഭയങ്കര ആഗ്രഹമാണ്, യൂണിഫോം ഭയങ്കര ആഗ്രഹമാണ്. വേറെ ഒന്നും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടത്തില്ല, ഒരു സന്തോഷം കാണത്തില്ല. മനസ്സെപ്പോഴും ഒരു പോലീസിനെ കാണുമ്പോൾ, ഒരു ജീപ്പ് പോകുന്ന കാണുമ്പോൾ, ഒരു സബ് ഇൻസ്പെക്ടറെ കാണുമ്പോൾ മനസ്സെപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കും, മനസ്സെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഒക്കെ സത്യത്തിൽ എനിക്ക് സത്യമായിട്ടും ഭയങ്കര ആഗ്രഹമുള്ള ഒരു ജോലിയായിരുന്നു. ഞാൻ ഒരുപാട് കുതിച്ചൊരു ജോലിയാണ് സബ് ഇൻസ്പെക്ടർ. കാരണം എന്ന് വെച്ചാൽ അടിപൊളി പോസ്റ്റാണ് കേട്ടോ. അടിപൊളി പോസ്റ്റ് എന്ന് വെച്ചാൽ സമാധാനമൊന്നും കാണത്തില്ല, ഞാൻ ആദ്യമേ പറയാം. സമാധാനം കാണത്തില്ല, സന്തോഷം കാണത്തില്ല, നമുക്കൊരു സമയത്ത് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ യൂണിഫോം ഒരു ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് എൻ്റെ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അതായത് അല്ലാതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാഴ്ചയ്ക്ക്, പക്ഷേ സ്പെക്സ് പണ്ട് കുറേ സമയം ഞാൻ വച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. മാത്രമല്ല ഫിസിക്കലി ഫിറ്റും അല്ല ഈ ഒരു എക്സാം എഴുതാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്, ഞാനില്ലെന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അടിപൊളി പോസ്റ്റാണ്. ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ വരും, പഠിച്ചു. അടുത്ത് വരാൻ പോകുന്ന ഒരു പുതിയ നോട്ടിഫിക്കേഷനാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു നോട്ടിഫിക്കേഷൻ. പ്രധാനമായിട്ടും 3 പോസ്റ്റുകളിലാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് 3 പ്രധാനപ്പെട്ട പോസ്റ്റുകൾ. ഒന്ന് കാറ്റഗറി നമ്പർ 2. കാറ്റഗറി നമ്പർ 2ലും 3ലും ആയിട്ടാണ് ഏറ്റവും അധികം വേക്കൻസി ഉള്ളതും. അതിൽ കാറ്റഗറി 3ക്കകത്ത് ഏതാണ്ട് 27,000-ലധികം വേക്കൻസി ഉണ്ട്. അതിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ, അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡിപ്പോ. അവിടെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റിയാണ്. 60% മാർക്ക് വേണം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നല്ല വേക്കൻസിയാണ്. 2 ഫേസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അപ്പോൾ അതിനകത്ത് പേപ്പർ 1ഉം പേപ്പർ 2ഉം വന്നിട്ട്, അതായത് പേപ്പർ 1 ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. ഫേസ് 2ലെ പേപ്പർ 1 ആണ് അടുത്ത് വരുന്നത്. അവിടെ വരുന്നത് ഇംഗ്ലീഷ്, ദെൻ മാത്സ്, റീസണിങ്, പിന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഈ 4 ടോപ്പിക്കാണ് വരുന്നത്. നല്ല വേക്കൻസിലാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സെൻട്രൽ ഗവൺമെന്റിലേക്ക് നിങ്ങൾക്ക് കയറി പോകണം.
നല്ല സാലറി വേണം. സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒടുക്കത്തെ സാലറിയാണ്. ഓക്കെ, അപ്പോൾ നല്ല സാലറി വേണം, ഇത്രയും വേക്കൻസി ഉള്ള ഒരു ജോലിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് FCA ഒക്കെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അതൊരു സേവനം കൂടെയാണ്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ആ പോസ്റ്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷനാണ് ഈ വർഷം അങ്ങോട്ട് വരാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഏത് എക്സാമിന് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഏതിനു വേണ്ടിയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിൽ ജോയിൻ ചെയ്യാം. അതായത് സൂപ്പർ നോട്ട്സിന്റെ പ്രത്യേകത ഏറ്റവും അധികം റിസൾട്ട് ഉള്ളത് സൂപ്പർ നോട്ട്സിലാണ്. ഡിഗ്രി ലെവൽ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച്, അതായത് കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ 150-ലധികം റിസൾട്ട്. ആലോചിച്ചുകൂടെ, ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഒരു 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സൂപ്പർ നോട്ട്സ് ആണ്. അത് സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് വെറും 1.5 വർഷം പോലും ആയിട്ടില്ല അതിനകത്ത്. അതേപോലെ റെയിൽവേ എക്സാം ആണെങ്കിലും അവിടെ ഇപ്പൊ ഗ്രൂപ്പ് ഡി മെനയാന്ന് റിസൾട്ട് വന്നു. നമ്മുടെ നിലവിൽ 75-ലധികം കുട്ടികളാണ് ആ സെലക്ഷൻ കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞ JEE 65-ലധികം കുട്ടികൾ. ഇനി അടുത്ത സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഏതാണ്ട് 60-ലധികം കുട്ടികൾ. ഓക്കെ, അപ്പോൾ ഇതാണ് സൂപ്പർ നോട്ട്സിന്റെ ട്രാക്ക്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഏറ്റവും നല്ല ക്ലാസ്, ഏറ്റവും നല്ല നോട്ട്സ്, ഫുൾ സപ്പോർട്ട്, ഫുൾ മോട്ടിവേഷൻ, ഫുൾ മെന്റർഷിപ്പ്, അങ്ങനെ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച്, അതേപോലെ തന്നെ ഡയറി ഫാർമേഴ്സ് സെക്രട്ടറിയുടെ ബാച്ച്, ദെൻ മിഷൻ ഡിഗ്രി 2022-2027, പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബാച്ച്, അതേപോലെ FCAയുടെ ബാച്ച് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് FCAയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടെ, താമസിക്കേണ്ട. പ്രത്യേകിച്ച് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് ഇനി 2-3 ദിവസം കൂടെയൊക്കെ കാണത്തുള്ളൂ, ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്ന് കുട്ടികൾ ജോയിൻ ചെയ്ത ഒരു ബാച്ചാണത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചോ, നമ്മൾ കൂടെ ഉണ്ട്, സ്വപ്നം കണ്ടോ, എല്ലാ ദിവസവും അധ്വാനിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കളെ, നിങ്ങൾക്ക് ഒരിക്കലും സിമ്പിളായിട്ട് നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ സാക്രിഫൈസ് വേണം. എന്താ സാക്രിഫൈസ്? നിങ്ങളുടെ ഉറക്കം മാറ്റിവെച്ചു, നിങ്ങളുടെ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന സമയം മാറ്റിവെച്ചു, നിങ്ങളുടെ പുറത്തുള്ള സമയം മാറ്റിവെച്ചു, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന സമയം, ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന സമയം മാറ്റിവെച്ചു. മാക്സിമം സമയം ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾ നിങ്ങളുടെ ആ ജോലിയിൽ അങ്ങ് എത്തിച്ചോളാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചോ, കൂടെ ഉണ്ട്, ക്ലാസ്സിൽ കാണാം. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. 8281223366, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. അപ്പോൾ നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒന്നും വേണ്ട, സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ബാച്ച് കാണാൻ പറ്റും. ജോയിൻ ചെയ്തോ, ക്ലാസ്സിൽ കാണാം. നമുക്ക് നന്നായിട്ട് പഠിച്ചോ. ഓൾ ദി ബെസ്റ്റ്.